3 റീജിയനിലെ ഡയറക്ടർ DIGമാരുമായിട്ടും മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ജയിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. വാസ്തവത്തിൽ ഇപ്പോൾ ജയിലെന്ന് പറയുന്ന ഒരു കറക്ഷണൽ സർവീസാണ്. തടവ് പുള്ളികൾക്ക് കൂടുതൽ തെറ്റിതിരുത്താനുള്ള അവസരം കൊടുത്ത് അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനമാണ് ജയിലുകൾക്കുള്ളത്. കേരളത്തിലെ ജയിലുകൾ ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അത് കൂടുതലായി ആ നിലയിലേക്കുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കാനും ജയിൽ പുള്ളികളുടെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള സമഗ്രമായ ജയിൽ പരിഷ്കരണമാണ് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഇപ്പോൾ തന്നെ ഹൈ സെക്യൂരിറ്റി ജയിലുണ്ട് നമുക്ക് തൃശ്ശൂർ. NIA പ്രതികൾ, അതോടൊപ്പം തന്നെ കൊഫെ പോസോ തടവുകാർ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന NDPC കേസുകൾ ഉള്ള തടവുകാർ, അത്തരം ജയിൽ നമുക്കുണ്ട്. ഇനി ഒരു സെൻട്രൽ ജയിലൂടെ നമുക്ക് ആവശ്യമാണ്. വാസ്തവത്തിൽ തടവ് പുള്ളികളുടെ എണ്ണം വളരെ കൂടുകയാണ്. പലപ്പോഴും അത് ജയിലിലെ സൗകര്യമില്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ജയിലർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇത്തരം പല വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. കേരളത്തിലെ ജയിലുകളിൽ തടവ് പുള്ളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി കോടതിയിൽ പ്രതികളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്ന സിസ്റ്റം അവസാനിപ്പിച്ച് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അന്ന് അവരെ വിചാരണ നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. ഇപ്പോൾ അതെല്ലാ ജയിലിലും ആയിട്ടുണ്ട്. അതിൻ്റേതായ ആ നിലയിൽ ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലൂടെയും ജയിലുകൾ മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ്. ഇപ്പോൾ ജയിൽ പുള്ളികൾ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ നിങ്ങൾക്കറിയാം ചപ്പാത്തി യൂണിറ്റുകൾ അല്ലേ, ആ പെട്രോൾ പമ്പുകൾ, ഇതൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൻ്റെ വികസനത്തിന് തയ്യാറാവുന്നുണ്ട്. ബാക്കിയുള്ള പണം ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. ജയിൽ ആസ്ഥാനം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി.